അവൻ എനിക്കെതിരാണ്. അങ്ങനെയുള്ള അവൻ ഭദ്രനെ കൊണ്ട് ഉള്ള സത്യങ്ങൾ മുഴുവനും പറയിപ്പിച്ചാൽ തീർന്നില്ലേ കാര്യം? പിന്നെ രക്ഷയുണ്ടോ? അതും ശരിയാണല്ലോ. ഉള്ള സമാധാനവും പോയി. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങൾക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. അത് പറഞ്ഞാ പറ്റില്ല. സംസാരിച്ചേ പറ്റൂ. നിനക്കെന്താ ഗംഗേ? മനഃപൂർവ്വം വഴക്കുണ്ടാക്കാനുള്ള ശ്രമമാണോ? എനിക്ക് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് നിങ്ങളോട്. എനിക്ക് സംസാരിക്കാനുള്ളത് രാജിയെക്കുറിച്ച്. രാജിയെക്കുറിച്ചോ? അതെ, രാജി ഇപ്പോ പഴയതുപോലെ അല്ല, ഗർഭിണിയാണ്. ഇനിയും അവളെ ഉപദ്രവിക്കാനും വിഷമിപ്പിക്കാനും പാടില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? രാജി എന്റെ ഭാര്യയാണെങ്കിൽ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ അവളെ ചെയ്യും. ചിലപ്പോ തല്ലും, ഒരുപക്ഷെ കൊന്നെന്നും വരാം. അത് ഇനി നടക്കില്ലെന്നാ പറഞ്ഞത്. ഓ, നീ എന്തിനാ ഈ കാര്യത്തിൽ ഇടപെടുന്നത്? അവരുടെ ജീവിതം എങ്ങനെ വേണമെന്ന് അവര് നോക്കിക്കോളും. അവിടെ നിന്റെ അഭിപ്രായവും നിന്റെ ഉപദേശവും ഒന്നും ആവശ്യമില്ല. നിങ്ങളെന്താ മനുഷ്യരല്ലേ? നിങ്ങളുടെ ചോരല്ലേ അവളുടെ വയറ്റില്? അതിനോടെങ്കിലും ഒരു സ്നേഹം തോന്നില്ലേ? എന്റെ കുഞ്ഞാണതെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? എനിക്ക് ആ വിശ്വാസം ഇല്ലെങ്കിലോ? എന്ത് വൃത്തിയുടെ രാഹുലേട്ടാ ഈ പറയുന്നത്? നീ ഇനിയും ഉപദേശിക്കാൻ ശ്രമിച്ചാ പല വൃത്തികേടുകളും കേൾക്കേണ്ടി വരും. അതെ, അത് ശരിയാ. നിങ്ങൾക്കുള്ള ശിക്ഷ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. തൽക്കാലം ഇതൊന്ന് അമ്മയും മോനും കണ്ടു നോക്ക്. ഇതാരാണെന്ന് അറിയാലോ. ഭദ്രൻ ഇപ്പോ എന്റെ കസ്റ്റഡിയിലാ. ഏയ്, നിങ്ങൾ കൂടുതൽ ഒച്ച വെക്കണ്ട. ഭദ്രനെ ഇപ്പൊ ഞാൻ കോടതിയിൽ ഹാജരാക്കിയ നിങ്ങൾ അഴിയെണ്ണും രാഹുലേട്ടാ. വേണ്ട ഗംഗേ, നീ അങ്ങനെയൊന്നും ചെയ്യരുത്. അമ്മ എന്തിനാ ഇവളടുത്ത് കെഞ്ചുന്നേ? ഇവളെന്താന്ന് വെച്ചാ ചെയ്യട്ടെ. നീ മിണ്ടാട്ടിരിക്കും രാഹുൽ. ഭദ്രൻ കോടതിയിലെത്തിയാൽ എന്താ ഉണ്ടാവാൻ പോകുന്നെന്ന് അമ്മ മകനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക. എനിക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് രാഹുലേട്ടനെ ജയിലിൽ കയറ്റാം. ഞാനത് ചെയ്യാത്തത് രാജി ഓർത്താ. ഗംഗി പ്ലീസ്, അങ്ങനെയൊന്നും ചെയ്യരുത്. രാഹുലിനൊന്നും സംഭവിക്കരുത്. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. സത്യമാണോ രാഹുലേട്ടാ? ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കോ? അവനനുസരിക്കും. ഞാൻ പറഞ്ഞനുസരിപ്പിച്ചോളാം. അനുസരിച്ചാൽ ഇനിയുള്ള കാലവും ഇതുപോലൊക്കെ ജീവിക്കാം. എല്ലാം ചെയ്തു കൂട്ടിയത് രാഹുലേട്ടനാണെന്ന് അറിഞ്ഞിട്ടും മഹേട്ടൻ പോലും ഇവനോട് ക്ഷമിച്ചത് രാജി ഓർത്തിട്ടാ. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഏക പ്രതിവിധി രാജിയെ നന്നായിട്ട് സ്നേഹിക്കുക, നോക്കുക എന്നത് മാത്രമാണ്. ഞങ്ങളത് ചെയ്തോളാം ഗംഗെ. രാജിക്ക് ഇനി ഒരു കുറവും ഉണ്ടാവില്ല, അല്ലേ രാഹുൽ? അതെ, എന്റെ ഭാഗത്തുനിന്ന് രാജിയെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അതായിരിക്കും നല്ലത്. നല്ലൊരു ജീവിതം മുന്നിലുണ്ട്, അത് നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ നോക്ക്. രാഹുലേട്ടന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടിയാണ് രാജി. അതുപോലൊരു പെണ്ണിനെ കിട്ടിയത് പുണ്യമായിട്ട് കരുതി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അതെ ഗംഗെ, ഞാനും നിനക്ക് ഉറപ്പ് തരിക. എന്റെ മോനെ നീ രക്ഷിക്കണം. ഞങ്ങൾ രാജിയെ പൊന്നുപോലെ നോക്കാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇതിനൊരു മാറ്റം വന്നാൽ അറിയാലോ. അറിയാം, മാറ്റം വരില്ല, ഉറപ്പ്. ശരി. ശോ,
ഗംഗേ, ഗൗരി ചേച്ചി. എന്താ ഗംഗേ, നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ? അതെ ചേച്ചി, ലോക്കറ്റിന്റെ കാര്യം സംസാരിക്കാനാ ഞാൻ ചേച്ചി ഓർത്തത്. പത്രപരസ്യം കൊടുത്തിട്ട് നമ്മളെ പ്രതീക്ഷിച്ചതുപോലെ ആരും പ്രതികരിക്കാത്തതാണോ നിന്റെ ടെൻഷൻ? അതെ, ഞാൻ കരുതിയത് ഇങ്ങനൊന്നും ആയിരുന്നില്ല. ആ പരസ്യത്തിലൂടെ നമുക്ക് അനുകൂലമായൊരു നീക്കം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്. ഇനിയൊരു പക്ഷേ നമ്മൾ സംശയിക്കുന്നവർ ആ പരസ്യം കണ്ടിട്ടുണ്ടാവില്ല. അത് ശരിയാ, അതിനാണ് സാധ്യത. എങ്ങനെയും അവരെ ആ പരസ്യം അറിയിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കൂ. അതെ, അതിനെന്താ ഒരു വഴി? അതിനൊരു വഴിയുണ്ട്. പത്രപരസ്യം അവർ കാണുന്നതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഉടനെ ചെയ്യാം. അത് മാത്രല്ല ഗംഗി, നീ കരുതുന്നതിനേക്കാളും ബുദ്ധിയും കപടതയും നിറഞ്ഞ ആളുകൾ അവരെ പിടികൂടുക അത്ര എളുപ്പമല്ല. എനിക്കറിയാം ചേച്ചി, പക്ഷേ ഈ കാര്യത്തില് ഞാൻ തോൽക്കില്ല. ചേച്ചിയുടെ മരണത്തിന് പിന്നിൽ ആരൊക്കെയായിരുന്നാലും അവരെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനുള്ള വഴിയാ ഈ പത്രപരസ്യം. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയേ തീരൂ. നിനക്കൊപ്പം എന്തിനും ഞാനുണ്ടാവും ഗംഗെ. ധൈര്യമായി മുന്നോട്ട് വയ്ക്കും. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട. കാര്യങ്ങൾ നമ്മൾ അവരെ അറിയിച്ചാലും ഭാവവ്യത്യാസം അവര് മുഖത്ത് കാണിക്കണമെന്നില്ല. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. എനിക്ക് മനസ്സിലായി ചേച്ചി. ചേച്ചി എനിക്കൊപ്പം ഉണ്ടായാൽ മതി, എല്ലാം ശരിയാവും. ഹൈമവതി ആന്റിയോ ശ്രേയച്ചോ കാണുന്ന വിധം ഈ പത്രം എവിടെയെങ്കിലും വായിക്കണം. ഇങ്ങനൊരു വാർത്ത കാണുമ്പോൾ അവരുടെ ഭാവമാറ്റം നോക്കി മനസ്സിലാക്കിയാൽ അവർക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് മനസ്സിലാക്കാം. സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പോലീസ് വെടിവെച്ചു കൊന്നു. നാത്തൂനെ, നാത്തൂനെ, ശ്രേയ, മോളെ, നാത്തൂനെ. എന്താ ദാ നോക്ക്. അയ്യോ, നമ്മൾ എന്ത് ചെയ്യും മോളെ? നാത്തൂനോട് പറഞ്ഞാലോ? നമുക്കിത് പറയണ്ടേ അവരോട്? രാഹുലിനോട് പറയാം. നാത്തൂനെ നോക്ക് മോളെ, മുഴുവൻ വായിച്ചു നോക്ക്. അവർ തമ്മിൽ എന്താ പറയുന്നെന്ന് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ ശ്രീ മഹേശ്വര. ഇനി എന്ത് ചെയ്യും? ഇത് മുഴുവൻ കഴിക്കണം. ആ, അയ്യോ, എനിക്ക് മതിയമ്മേ. ആ, അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇനി പഴയ ഉഴപ്പൊന്നും നടക്കില്ല. ആ, ഭക്ഷണം നന്നായിട്ട് കഴിച്ചേ പറ്റൂ. ഞാൻ കഴിക്കുന്നുണ്ട് രാവിലേട്ടാ, വയറ് നിറഞ്ഞിട്ടാ. ഓ, പിന്നെ നിന്റെ കഴിപ്പൊക്കെ എനിക്കറിയാം. വയറ്റിൽ കിടക്കുന്നതേ എന്റെ കുഞ്ഞാ. എനിക്കേ എന്റെ കുഞ്ഞിന്റെ ആരോഗ്യം നോക്കിയേ പറ്റൂ. ആ ആ ആ ആ. അതെ അതെ, മോള് കഴിക്കുന്ന ഭക്ഷണമാണ് കുഞ്ഞിന്റെ ആരോഗ്യത്തെയും വളർച്ചയും ഒക്കെ ബാധിക്കുന്നത്.
അതും മറക്കണ്ട. അതുകൊണ്ട് ഇനി മുതൽ രാജിക്ക് ഭക്ഷണം തരുന്നത് ഞാനാ. ആ ഇതെന്ത് മാജിക്ക്? ഇത്രയും നാളും കീരിയും പാമ്പും പോലെ എന്നവര് ഇപ്പൊ സ്നേഹത്തിലായോ? രാജ ഗർഭിണിയല്ലേ മഹേട്ട, അതാവും. എത്രയൊക്കെ പറഞ്ഞാലും രാഹുലേട്ടന്റെ കുഞ്ഞല്ലേ രാജിയുടെ വയറ്റില്. ആ കുഞ്ഞിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? അതെ, രാഹുലിന്റെ രാജുവിന്റെ ജീവിതത്തിലെ വഴിത്തിരിവാകും ആ കുഞ്ഞ്. എന്തായാലും ശ്രീമഹേശ്വരൻ രാജിയുടെ പ്രാർത്ഥന കേട്ടല്ലോ. ഇത്രയും നാളും ആ പാവ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചു. അതിനൊക്കെ ഒരു അവസാനമായല്ലോ, അത് മതി. എന്നാലും ആ പത്രത്തില് പരസ്യം കൊടുത്തത് ആരാമേ? സംശയം എന്താ? ഒന്നുകില് സ്വന്തം ഇഷ്ടപ്രകാരം ഗംഗ, അല്ലെങ്കിൽ ഗൗരിയുടെ ആത്മാവ് പറഞ്ഞിട്ട് ഗംഗ. വേറെ ആര് കൊടുക്കാനാ? ഹലോ, ആരാ? ലോക്കറ്റോ? ഒറിജിനലാണെന്ന് ഉറപ്പാണോ? ഇതിനു മുൻപ് 1-2 പേര് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിരുന്നു. അങ്ങനെ വല്ലതും ആണെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ആ ശരി, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഓഫീസിലോട്ട് വന്നോളൂ. ഓക്കെ. എന്നാലും അവൾക്കിത് കൊടുക്കേണ്ട കാര്യം എന്താ? എന്തുദ്ദേശത്തിലായിരിക്കും അവൾ ഈ പരസ്യം കൊടുത്തത്? അതിനെക്കുറിച്ചൊന്നും ഇവിടെ വെച്ച് സംസാരിക്കേണ്ട. ഒരു പ്രയോഗമുണ്ട്, വീടിന്റെ ചുമരുകൾക്ക് പോലും കാതുകളുണ്ടെന്ന്. അതിവിടെ സത്യം. ഈ വീടിന്റെ ചുവരിനും വാതിലിനും കൊളുത്തിനും ഒക്കെ കാതുകളുണ്ട്. നമ്മൾ അബദ്ധത്തിന് എന്തെങ്കിലും പറഞ്ഞാ അത് എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. ആരാമേ? മറ്റേ കക്ഷിയാ അജിതേ. ഹലോ, ആണോ? എന്തു പറഞ്ഞു? ശരി, അപ്പൊ ഓക്കെയാണ്. ധൈര്യമായിട്ട് പോയിട്ട് വാ. ആ പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം മറക്കണ്ട. ശരി, ഓക്കെ. എന്താമ്മേ? എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാ. മാഡം, ലോക്കറ്റിന്റെ പരസ്യം കണ്ടു. നിങ്ങൾ ആ പരസ്യത്തിൽ പറയുന്ന ഒറിജിനൽ ലോക്കറ്റ് എന്റെ കയ്യിലുണ്ട്. ഇങ്ങനെ കുറെ പേര് വന്നിരുന്നു. അതുകൊണ്ട് ലോക്കറ്റ് പരിശോധിച്ച് ബോധ്യപ്പെട്ടാലേ പണം തരാൻ പറ്റൂ. മതി മാഡം, ലോക്കറ്റ് എന്റെ കയ്യിലുണ്ട്. നോക്കൂ മാഡം. ഞാനിപ്പോ വരാം. എനിക്കിതൊന്ന് വ്യക്തമായിട്ട് നോക്കണം. ശരി മാഡം. ഗൗരി ചേച്ചി വിളിക്കാം. ചേച്ചിക്ക് ലോക്കറ്റ് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഗൗരി ചേച്ചി. ഗംഗേ, ചേച്ചി ദാ ഈ ലോക്കറ്റ് ഇപ്പൊ ഒരാൾ കൊണ്ടുവന്നതാ. ഇത് കണ്ടിട്ട് എനിക്ക് ഒറിജിനൽ ലോക്കറ്റ് ആണോ എന്നൊരു സംശയം. ചേച്ചി ഒന്ന് നോക്കി പറയാവോ? ചേച്ചിക്ക് മാത്രമല്ലേ ഇത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കൂ? ശരി, ഞാനൊന്ന് നോക്കട്ടെ. തിരിച്ച് ഗംഗേ, ഇത് തന്നെയാ യഥാർത്ഥ
ലോക്കറ്റ്. ഇതില് ഞാൻ പറഞ്ഞ ആ മുദ്രയും കൃത്യമായിട്ടുണ്ട്. അപ്പോ ഈ ലോക്കറ്റുമായിട്ട് വന്ന ആൾക്ക് ചേച്ചിയുടെ കൊലപാതകമായിട്ട് ബന്ധമുണ്ടാവും. അതെ, അത് ഉറപ്പാ. അപ്പോ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. എത്രയും നാള് നമ്മൾ അന്വേഷിച്ചിരുന്ന ആള് കൺമുന്നിൽ വന്നു കഴിഞ്ഞു. അതെ, ഇതെല്ലാം നിന്റെ കഴിവാ ഗംഗേ. ഇങ്ങനെ ഒരു പരസ്യത്തിലൂടെ കൊലപാതകയെ കണ്ടെത്താൻ സാധിക്കുമെന്നത് നിന്റെ ബുദ്ധിയായിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല ചേച്ചി, തെറ്റ് ചെയ്തവർക്ക് അധികം നാളെ മറഞ്ഞിരിക്കാൻ സാധിക്കില്ല. ഒരു ദിവസം മറ നീക്കി പുറത്തു വന്നേ തീരൂ. അവരാരോടാ സംസാരിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇനി വൈകാതെ അയാളെ പോലീസിൽ ഏൽപ്പിക്കണം. എങ്കിലേ യഥാർത്ഥ കൊലയാളി രംഗത്ത് വരൂ. അതെ, നീ വേഗം അയാളെ തടഞ്ഞു നിർത്ത്. അയാൾക്ക് ഒരു സംശയവും തോന്നാൻ പാടില്ല. ശരി ചേച്ചി. ഗൗരി ചേച്ചി, ഗംഗേ, ഗൗരി ചേച്ചി, ലോക്കറ്റുമായിട്ട് വന്ന ആളെ ഇപ്പൊ കാണുന്നില്ല. അയാൾ ദൂരേക്കെങ്ങും പോയി കാണില്ല. നമുക്ക് നോക്കാം, വാ. എന്നാലും ആളെ കാണാൻ പറ്റിയില്ലല്ലോ. കണ്ടിരുന്നെങ്കിൽ പിന്നാലെ പോയി ആരാണ് അയാളെ ശരിക്കും അയച്ചെന്ന് കണ്ടെത്തായിരുന്നു. ചേച്ചി വാ, അതിനൊരു വഴിയുണ്ട്. എന്താ ഗംഗേ? പറയാം, ചേച്ചി വാ. വന്നയാളുടെ മുഖം ദേ ആ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ടാവും. ചേച്ചി നോക്ക്. ഗംഗ ഗൗരിയുടെ കൊലപാതകയെ കണ്ടെത്തി അടങ്ങുന്ന വാശിയില്ല. അവൾക്കിത് എന്തിന്റെ കേടാ? എന്തിനീ ആവശ്യമില്ലാത്ത പണിക്ക് നടക്കുന്നേ? ആർക്കറിയാം. എന്തായാലും അവളുടെ ഈ പോക്ക് നമുക്ക് ദോഷം ചെയ്യും, അതുറപ്പാ. എന്താടി മോളെ ഒരു വഴി? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഗംഗയെ ഇല്ലാതാക്കണം. എല്ലാ അർത്ഥത്തിലും അതാ നല്ലത്. അതത്ര എളുപ്പമൊന്നുമല്ല. അവ കൊടുക്കത്തെ ആയുസ. ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ അവക്ക് ആയുസ് കൂടുന്തോറും നമ്മുടെ ആയുസ് കുറയും. അതുകൊണ്ട് ഗംഗയെ ഇല്ലാതാക്കിയേ മതിയാവും. നമുക്ക് ബുദ്ധിപൂർവ്വം ആ ദൗത്യം രാഹുലിനെ ഏൽപ്പിക്കാം. ആ സ്വർണ്ണക്കടത്ത് ഗംഗ പൊളിച്ചതുകൊണ്ട് രാഹുലിന് ഗംഗയോട് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അതെ, അവന്റെ ഉള്ളിൽ ആ തീപ്പൊരി ആളി പടർത്തിയെടുക്കുന്നതാ നമുക്ക് നല്ലത്. അതാവുമ്പോ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. രാഹുലിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ നാത്തൂൻ അടങ്ങിയിരിക്കില്ല. പുറമെ കാണിക്കുന്നില്ലെങ്കിലും നാത്തൂന് ഏറ്റവും ഇഷ്ടം രാഹുലിനെയാ. എനിക്കറിയാം അമ്മ. ഏതായാലും നമുക്ക് രാഹുലിലൂടെ കാര്യം നടത്തിയെടുക്കാം. ഏത് മാർഗം സ്വീകരിച്ചും ഗംഗയെ അവസാനിപ്പിക്കണം. എന്റെ വഴികൾക്കെല്ലാം കുറുകെ വരുന്നത് അവളാ. മഹേട്ടൻ എന്ന് എന്റെ സ്വപ്നം തകർത്തതും ആ ഗംഗയാ. ഇപ്പതാ ചത്തുപോയവളുടെ പേരിൽ അന്വേഷണം. അണയാൻ പോകുന്ന തീ ആളിക്കത്തും മോളെ. ഗംഗയുടെ കാര്യത്തിൽ അതാ ഇപ്പൊ സംഭവിക്കുന്നേ. നമുക്കെങ്ങനെയും രാഹുലിനെ കൊണ്ട് തന്നെ ഗംഗയുടെ കഥ കഴുപ്പിച്ചെടുക്കണം. അതിന് രാഹുലിനെ മാക്സിമം എരിവ് കയറ്റണം. നീ ധൈര്യമായിട്ടിരിക്കെ. ആ കാര്യം ഞാൻ ഏറ്റു.
എന്തൊരു ദുരിതമാണിത്. ഇവളിങ്ങനെ അങ്ങ് തീർന്നു പോകുമായിരുന്നെങ്കിൽ സ്വൈര്യം കിട്ടിയേനെ. അതെ, നീ ഉണ്ടരുത്. എല്ലാത്തിനും കാരണം നീയാ. നിനക്ക് ഇവളെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ പ്രേമിക്കാൻ? ദേ, നോക്ക് നോക്ക്. ചെല്ല് ചെല്ല് ചെല്ല്. രാജീവ്, വാ വാ മോളെ, വാ വാ, ഇവിടെ ഇരിക്കെ. ആ, ഇരിക്കെ. വെള്ളം എടുത്ത് കൊടുക്ക്.